ഈ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ അമേരിക്കയിൽ റിച്ചാർഡ് വുൾഫ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു എക്കണോമിസ്റ്റാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്കോണമിസ്റ്റാണ്. പുള്ളി വളരെയധികം പോയിന്റുകൾ ബ്രിക്സിനെ കുറിച്ചും ഇന്ത്യയുടെ നിലപാടുകളെക്കുറിച്ചും അമേരിക്കയെ, അതായത് എലിയും ആനയും തമ്മിൽ, അതായത് പലരും വിചാരിക്കും ആന അമേരിക്കയാണ്, എലി ഇന്ത്യയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നേരെ മറിച്ചാണ്. എലി അമേരിക്കയും ആന ഇന്ത്യയുമാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ നിങ്ങൾ കൂട്ടിച്ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ 35% ഗ്ലോബൽ GDP-യിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഓൺലി ബ്രിക്സ് കൺട്രീസ് മാത്രം. പ്രത്യേകിച്ച് അതായത് ഈ ഒരു ബ്രിക്സ് കൺട്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 10 രാജ്യങ്ങളും കൂട്ടിച്ചേർക്കാതെ തന്നെ ഇന്ത്യ, ചൈന, റഷ്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഈ 5 രാജ്യങ്ങളുടെയും പോപ്പുലേഷൻ മാത്രം വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് ഈ ഒരു മെത്തഡോളജി അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റഡിയാണ്. ഇന്ത്യ എടുത്തിരിക്കുന്ന ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ, ഇത് വളരെ ശക്തമായ നടപടിയാണ്. ശരിക്കും അമേരിക്കയെ ഇന്ത്യ ഒതുക്കി വെച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്ത്യയുടെ അതേ മൾട്ടിപോളാർ ആ ഒരു പൊസിഷൻ തന്നെയാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ജപ്പാൻ മീറ്റിംഗ് എത്ര പേര് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ജപ്പാനിൽ ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതേപോലെ ജപ്പാന്റെ സൈഡിൽ നിന്നുള്ള സ്പീച്ച് ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെന്റുകളുടെ കാര്യങ്ങളെല്ലാം തന്നെ, പാക്റ്റുകളെല്ലാം തന്നെ റെഡിയാണ്. ജപ്പാനിൽ ഈ ഒരു കൺക്ലൂഷൻ മീറ്റിംഗ്സ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രൈം മിനിസ്റ്ററുടെ സംസാരത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് ചൈനയ്ക്ക് മുന്നേ എന്തിന് ജപ്പാൻ എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പോയിന്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് വെച്ചാൽ ജപ്പാൻ ഇന്ത്യക്കുള്ളിൽ നടത്താനിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചുള്ള ആ മേഖലകളെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അതുപോലത്തെ പോയിന്റുകളാണ്. നമ്മൾ എന്താണോ പറഞ്ഞു വെച്ചിരുന്ന പോയിന്റ്, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ജപ്പാൻ ആ ഒരു ആനുവൽ സബ്മിറ്റിൽ റിഫ്ലക്ട് ചെയ്തത്. അതായത് സെമി കണ്ടക്ടർ മേഖല, ചിപ്പ് മാനുഫാക്ചറിങ്, അതുപോലെ EV കാർ, ബാറ്ററി മാനുഫാക്ചറിങ്, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത്. ഫ്യൂച്ചർ ടെക്നോളജി എന്തൊക്കെയുണ്ടോ, AI ഇംപ്ലിമെന്റ് ചെയ്യുന്ന വിഷയങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കൊള്ളിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ജപ്പാൻ ആഗ്രഹിച്ചിരുന്ന, ജപ്പാൻ ഇന്ത്യക്ക് പ്രൊപ്പോസ് ചെയ്തിരുന്ന പ്രോജക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, റിച്ചാർഡ് വുൾഫ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്, സ്വന്തം കാലിൽ തന്നെ ട്രംപ് വെടിവെക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഒരു 25 years ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ്, അതിനെയാണ് ട്രംപ് സ്വന്തം സ്വാർത്ഥ താല്പര്യം കൊണ്ട് തച്ചുടച്ചത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ പീറ്റർ നെവേറോ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യക്ക് മുകളിലുള്ള താരിഫ് ശരിക്കും ട്രംപിന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തുടരെയുള്ള വിഷയങ്ങളൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. എനിവേ, ഇപ്പോൾ 58% താരിഫിനെ കുറിച്ച് നമ്മൾ പറയാം. ഇപ്പം ഇന്ത്യക്കുള്ളിൽ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ പാനിക് സിറ്റുവേഷൻ വേറെ ഒന്നും കൊണ്ടല്ല, ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി കുറച്ച് താന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു പാനിക് സിറ്റുവേഷനുള്ള കാരണം. ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊരു 45 ബില്യൺ സർപ്ലസ് ഉള്ള ഒരു മാർക്കറ്റുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് സ്പീഡ് ബ്രേക്കർ വരുന്നത്. ആ സ്പീഡ് ബ്രേക്കർ എന്ന് ഞാൻ പറയുന്നത് ഒരു ചെറിയ സ്പീഡ് ബ്രേക്കർ 25% താരിഫ് എന്നുള്ള നിലയിൽ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വന്നായിരുന്നു. ആ സമയത്തും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതേപോലെ ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്തു. ഇപ്പം അതുപോലെ തന്നെ അതിനേക്കാളും ഇരട്ടി വേഗത്തിൽ ഇനിയൊരു സ്പീഡ് ബ്രേക്കർ വരുന്നുണ്ട്. അതാണ് 58% താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് ആ ഒരു പോയിന്റ് നിർത്താം. ഇപ്പം എന്താണ് ഉറപ്പ് ഈ 58% ഇത് നിൽക്കുമെന്നുള്ളത്? ട്രംപ് ചിലപ്പോൾ ഒരു പക്ഷേ 100 ആക്കാം, 150 ആക്കാം, ചിലപ്പോൾ 200 ആക്കാം. ട്രംപാണ്, നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ചെറിയൊരു അൺസർട്ടനിറ്റി ഇന്ത്യക്കുള്ളിൽ ഇതുണ്ടാക്കും. പക്ഷെ അത് താൽക്കാലികമാണ്. ഇതാദ്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചോളുക. കാരണം നിങ്ങൾ കാണേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പം ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഒന്നും തന്നെ മറിച്ച് ചിന്തിക്കാനേ ഇല്ല എന്നുള്ളതാണ്. ഈ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ചെറിയ രീതിയിലുള്ള പാനിക് ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ $9 ബില്യൺ ഫോറിൻ കറൻസി, ഇന്ത്യൻ മണി, ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഈ ഒരു 9 ബില്യണോളം ഫോറിൻ കറൻസി, ഫോറിൻ ഫണ്ട് വിഡ്രോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ആഘാതം എന്തായാലും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, നമ്മൾ ഒരു വേറൊരു മാർക്കറ്റ് കണ്ടെത്തുന്നത് വരെ ഇപ്പൊ ഏതൊരു കമ്പനിയും, അതായത് അത് ടെക്സ്റ്റൈൽ മേഖല ആയിക്കോട്ടെ, അത് പിന്നെ ചെമ്മീൻ കമ്പനി ആയിക്കോട്ടെ, അതുപോലെ തന്നെ അത് മെഷീനറി മാനുഫാക്ചറിങ്, സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനി ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾ വേറെ മാർക്കറ്റുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, 58% താരിഫ് നിലവിൽ വന്നതോടുകൂടി നമ്മളെ ഷിപ്പുകൾ അമേരിക്കയിൽ നിന്നും മടങ്ങുകയുണ്ടായി. ഈ മടങ്ങിയ ഷിപ്പുകൾ എങ്ങോട്ടാണ് പോയത്? റഷ്യയിലേക്ക് പോയി, ചൈനയിലേക്ക് പോയി. ഇനി ചൈന നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുള്ളത്, ഇനിയിപ്പോൾ അഥവാ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ
റഷ്യൻ ഓയിൽ ചൈന മേടിച്ചിട്ട് ചൈന ത്രൂ ഇന്ത്യക്ക് സപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പോസിബിലിറ്റീസ് പലതുമുണ്ട്. പലതും ഇന്ത്യൻ ഗവൺമെന്റ് ഫൈറ്റും. പക്ഷേ ഇതിന്റെ പേരും പറഞ്ഞ് അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഏർപ്പാടില്ല. ഇപ്പോഴും നിലപാട് വളരെ വളരെ വ്യക്തമാണ്, ശക്തമാണ്. ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ വളരെ വളരെ വ്യക്തമാണ്. 58% താരിഫ് ഇട്ടിട്ടും ഇന്ത്യ മുട്ടുമടക്കുന്നില്ല എന്ന് തന്നെയാണ് ട്രംപിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റിച്ചാർഡ് വോൾഫിനെ പോലത്തെ ആൾക്കാരൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊരു ഷോർട്ട് ടേം ബുദ്ധിമുട്ടാണ് ഇന്ത്യക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതൊരു ലോങ് ടേം ഇമ്പാക്ട് അമേരിക്കയുടെ ഉള്ളിൽ ഉണ്ടാക്കും. അമേരിക്ക ഇന്ത്യയെ വിശ്വസിച്ച് ഒരുപാട് പ്രോജക്റ്റുകൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരു 2 to 3 months ചെറിയൊരു ഡിഫിക്കൽട്ട് ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകും. പക്ഷേ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ഇത് തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. ഈ ട്രാൻസിഷൻ പീരീഡിൽ നമ്മൾ വേറൊരു ബിസിനസ് കണ്ടെത്തുന്നത് വരെയുള്ളൂ നമുക്ക് ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞല്ലോ, ചൈനയുടെ GDP അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1 trillion ആണ്. പക്ഷേ ചൈനയുടെ GDP നിങ്ങൾ നോക്കൂ, 18-19 trillion ആണ്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷനൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ താരിഫ് മൂലം ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താൽക്കാലികമാണ്. അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊള്ളുക. അതിൽ വലിയ പാനിക് ആവേണ്ട ആവശ്യമില്ല. ചെറിയൊരു അൺസർട്ടനിറ്റി ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ചെറുതായിട്ട്, അതായത് ഇന്ത്യൻ റുപ്പി ഡോളറിനെതിരെ താഴോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഭീകരമായിട്ട് തോന്നാം. പക്ഷേ 2000 നിങ്ങൾ നോക്കൂ, 1998, 99, 2000, 2001 ഡോളർ ഏതാണ്ട്, ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40 ആയിരുന്നു. 40, 45, 48 ആ റേഞ്ചിലായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 47 എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഈ രീതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഡോളറിനെതിരെയുള്ള ചില ഡോളർ ശക്തിപ്പെടുക എന്നുള്ളതിൽ ഇപ്പോഴും ഡോളർ സ്ട്രെങ്തൻ ചെയ്തിട്ടില്ല. റുപ്പി വീക്കായത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം ഒരു 58% താരിഫ് നിലവിൽ വരികയാണ്. ആ നിലവിൽ വന്ന ഉടനെ എന്താണ്, നമ്മളുടെ ഒരുപാട് സ്റ്റോക്കുകൾ റിട്ടേൺ ആവുന്നുണ്ട്, മടങ്ങുന്നുണ്ട്. അപ്പൊ അത് മടങ്ങുന്നത് കൊണ്ട് നമ്മൾ അതിനെ വേറെ രാജ്യങ്ങളിലേക്ക് അതിനെ ഡൈവേഴ്സിഫൈ ചെയ്ത് വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മളുടെ പുതിയ ഓർഡറുകൾ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വില നിലവാരത്തിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ, ഫ്ലെക്സിബിലിറ്റി ഇതൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഫർദർ ഡിസ്കഷനിലൂടെ കമ്പനികൾ, അത് ബയ്യറും സെല്ലറും തമ്മിൽ, അതായത് ഇന്ത്യയിലുള്ള സെല്ലറും അമേരിക്കയിലുള്ള ബയ്യറും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു പ്രൈസ് റിഡക്ഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ചില സാധനങ്ങൾ ശരിക്കും അമേരിക്കയുടെ ഉള്ളിൽ അവൈലബിൾ അല്ലാതിരിക്കും. ആ സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ മേടിക്കേണ്ടി വരും. അപ്പൊ അവരെന്ത് ചെയ്യും, ബേസിക് പ്രൈസിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മേടിക്കാം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്ന ബയ്യേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് ടൈം എടുക്കും. അതൊരു വിത്തിൻ 1 week, 10 days, 15 days ഇങ്ങനെയൊക്കെ ടൈം എടുക്കും. വിത്തിൻ എ മന്ത് ഇങ്ങനെയൊക്കെയാണ് നെഗോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തിരിച്ച് വീണ്ടും അവിടെ അവൈലബിലിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിൽ തന്നെ വരും ഓർഡർ. ഇപ്പോൾ സ്പെയർ പാർട്സുകളൊക്കെ ചില സ്പെസിഫിക് സ്പെയർ പാർട്സുകൾ, ചില സ്പെസിഫിക് നട്ട്, ചില സ്പെസിഫിക് സ്പെയർ പാർട്സുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആ സ്ഥിരമായിട്ടുള്ള കമ്പനി തന്നെയായിരിക്കും അത് സപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം അതിന് വേറൊരു സപ്ലൈയറെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ചാലഞ്ചാണ്. അമേരിക്കയിൽ ഒരു പക്ഷേ വെഹിക്കിൾ മാനുഫാക്ചറിങ് നടത്തുന്നെങ്കിൽ അതിൻ്റെ സ്പെയർ പാർട്സുകൾ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ അതൊക്കെ വലിയ ഭീമമായ വലിയ തുകയ്ക്ക് വിൽപ്പനയാകുന്ന സാധനങ്ങളാണ്. അതൊന്നും ഈ ഒരു 58% താരിഫ് ഇമ്പാക്റ്റിൽ വലിയ രീതിയിൽ അതൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാവത്തില്ല. ഇതൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള നോളജ് ഇല്ലാണ്ട് പലരും പാനിക്കായിട്ട് വന്നിട്ട് കമന്റ് ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, അവരൊക്കെ വേണമെങ്കിൽ ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ അവരുടെ ഒരു മാനസികാവസ്ഥ ഇതേ നിലയിൽ തുടരുമായിരിക്കും. ചിലപ്പോൾ അവർ ചെറിയ ചെറിയ വീഴ്ചകളിൽ പാനിക്കാവുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഇതൊന്നും തന്നെ ഒരു രീതിയിലും ഇന്ത്യക്ക് ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടാക്കത്തില്ല. നമ്മൾ ശക്തമായി തന്നെ തിരിച്ചു വരും. അതിന് ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 1960 കാലഘട്ടങ്ങളിലൊക്കെ ഈ ചിക്കനെതിരെയൊക്കെ ഇതേപോലെ അമേരിക്ക താരിഫ് ഇട്ടതാണ്. അമേരിക്ക തന്നെ പിൻവലിക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടു. 1960 ജർമ്മനിയുമായിട്ട് ഇതേ വിഷയം ഉണ്ടായിട്ടുണ്ട്. 1962 കാനഡയുമായിട്ട് ഇതേ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശക്തമായിട്ട് ഇത് പറയുന്നത്. ഇപ്പൊ നോക്കൂ, അമേരിക്കയ്ക്ക് എന്തുകൊണ്ടാണ് ഇത് ദോഷം എന്ന് പറഞ്ഞാൽ ബ്രിക്സ് അലയൻസ് തന്നെയാണ്. കാരണം ഇന്ത്യ ഒരു സൈഡിൽ ക്വാഡ് സബ്മിറ്റിൽ മെമ്പറാണ്, അതാണെങ്കിൽ വെസ്റ്റേൺ അലയൻസ് ആണ്. മറ്റൊരു സൈഡിൽ ബ്രിക്സുമായിട്ട് വളരെയധികം സ്ട്രോങ് അലയൻസ് ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ സൗത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബ്രിക്സ്. ഇത് രണ്ടാണ്. മറ്റത് G7 ആണ്. G7ന്റെ പോപ്പുലേഷനും അതിന്റെ ഒരു GDP ഷെയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 28%. പക്ഷേ ബ്രിക്സിന് 35% ഉണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും ബ്രിക്സ് കൺട്രീസുമായിട്ട് ബിസിനസ് ചെയ്യുന്നത് തന്നെയാണ് ഇന്ത്യക്ക് നല്ലത്. മറ്റേത് അമേരിക്കയുമായിട്ട് ബിസിനസ് ചെയ്യുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് നമുക്ക് ലാഭവിഹിതമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ ഓക്കെ, കിട്ടിയില്ലെങ്കിൽ അതിനെ ഇനി മൈൻഡിൽ എടുക്കാതെ വേണം നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണ്? അമേരിക്കയ്ക്ക് ഒരു നഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഫൂളിഷ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ലൂസിങ് ഇന്ത്യ ആസ് എ ട്രേഡിംഗ് പാർട്ട്ണർ. ഒരു ട്രേഡിംഗ് പാർട്ട്ണർ, അതും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പാർട്ട്ണറിനെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുകയാണ്. ജോബ്സ് ആൻഡ് ട്രേഡ്സ് ഇൻ അമേരിക്ക വിൽ ബി അഫക്റ്റഡ്.
മനസ്സിലായോ? ജോലി നഷ്ടം ഉണ്ടാവും. പിന്നെ ഇന്ത്യക്കാരെ പുറത്താകുമെന്ന് പറഞ്ഞിട്ട് കുറേ ബ്ലണ്ടറുകൾ ഇറങ്ങുന്നുണ്ട്. ഇന്ത്യക്കാരെയൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാണ് പണിയെടുക്കുന്നത്? ചില നിർണായകമായിട്ടുള്ള കീ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇതൊക്കെ പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്ത് സംസാരിച്ചതാണ്. അമേരിക്ക ബ്രിക്സിനെ വീക്കൻ ചെയ്യും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇതേപോലത്തെ ചില ആക്ഷൻസ് ഒക്കെ എടുക്കുന്നതിലൂടെ ബ്രിക്സ് ശക്തിപ്പെടുകയാണ്, സ്ട്രെങ്തൻ ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക് ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. അതായത് ഗ്ലോബൽ എക്കോണോമിക് പവർ ഉണ്ടല്ലോ, ആ പവറിന് ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. ഇത് നാളെ ഉടനെ തന്നെ ഡോളറിനെതിരെ ഇന്ത്യ ശക്തി പ്രാപിച്ച് അങ്ങ് പെട്ടെന്ന് തന്നെ ഒരു എക്കണോമിക് പവർ ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് അങ്ങനെയല്ല. ഇതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. ഇന്ത്യ 88 എന്നുള്ള പ്രൈസിന് നിലനിൽക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. 58% അമേരിക്ക താരിഫ് ഇട്ടിട്ടും 45 ബില്യൺ സർപ്ലസ് ഉള്ള ട്രേഡിലേക്ക് 2 ബ്രേക്കർ വന്നിട്ടും നമ്മൾ എണ്ണീറ്റ് നിൽക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റിൽ വി ആർ സ്റ്റാൻഡിങ് 88, 188 അല്ല 88, അത്ര വിചാരിച്ചാൽ മതി. ഇപ്പൊ ഇത് 2 രൂപ കൂടി താഴ്ന്നിട്ട് ഒരു 90 ആയാൽ തന്നെയും നമുക്ക് വിഷയമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ ഈ നിലപാടുകൾ വെസ്റ്റേൺ കൺട്രീസിന്റെ ആ ഒരു ഡോമിനൻസ് പവറിനെ, ആ ഒരു സ്ട്രെങ്ത്തിനെ ഡിക്ലൈൻ ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ചെറിയ ചെറിയ നക്കാപ്പിച്ച പൈസകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അഭിമാനം വിറ്റ് തുലയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിന് ദേശീയതയൊന്നുമില്ല. ഇത് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു ടൈമാണ്. അവർ 100-200 വർഷം നമ്മളെ ഭരിച്ചതല്ലേ. ഇനി അമേരിക്കയുടെയും അടിയിൽ പോയി കിടക്കണോ? എന്താവശ്യമാണുള്ളത്? ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അമേരിക്കയ്ക്ക് റീജിയണൽ പീസ്, റീജിയണൽ സ്റ്റെബിലിറ്റി, മാരിടൈം സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അനിവാര്യമാണ്. അതിനാണ് ഡൊണാൾഡ് ട്രംപ് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജപ്പാനിൽ സംസാരിച്ച സമയത്ത് ചൈനയെക്കുറിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ടല്ല, പക്ഷേ ചൈനയും ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും എക്കണോമിക് ടൈം. ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് മസ്റ്റ് ബി പ്രെഡിക്റ്റബിൾ, അമിക്കബിൾ ആൻഡ് പീസ്ഫുൾ. ഒരു എക്കണോമിക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയും ഗ്ലോബലി ഇന്ത്യക്കും ചൈനയ്ക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മാസീവ് പോപ്പുലേഷൻ. ഈ പോപ്പുലേഷൻ തന്നെയാണ് ഇതിന്റെ വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആരോ ഒരു വാർത്തയിൽ ഞാൻ പറഞ്ഞു കേട്ടു, ജപ്പാന്റെ കാല് പിടിച്ച് കോഡ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ജപ്പാനിൽ പോകുന്നത് എന്നുള്ള ഒരു വാർത്ത ഞാൻ കേട്ടായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇന്ത്യ വളരെ ശക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതായത് സ്റ്റെബിലിറ്റി ഇൻ ബൈലേറ്ററൽ റിലേഷൻഷിപ്പ്, അത് വിതൗട്ട് എനി ഫോഴ്സ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വതന്ത്രമായ നിലപാട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇപ്പം ജപ്പാനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അത് ജപ്പാന് ഇന്ത്യ കൊടുക്കുന്ന സപ്പോർട്ടാണ്, അല്ലാതെ ക്വാഡിന്റെ ഒരു ബലത്തിൽ കൊടുക്കുന്ന സപ്പോർട്ടല്ല. ചൈനയ്ക്ക് ഇന്ത്യ സപ്പോർട്ട് കൊടുക്കുന്നെങ്കിൽ അതേപോലെ തന്നെ. ഇതൊരു ബൈലേറ്ററൽ, ഒരു മ്യൂച്വൽ, ഒരു മൾട്ടിപോളാർ എന്നാണ് ഇന്ത്യ വിശേഷിപ്പിക്കുന്നത്. ക്വാഡിനെ ഒരു രീതിയിലും ഒരു മുഖവിലേക്ക് എടുക്കാത്ത രീതിയിലുള്ള പ്രസ്താവന. അതായത് ക്വാഡിനെ ഇന്ത്യ ഏറ്റ് പിടിക്കുന്നില്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ ക്വാഡിനെ തള്ളിക്കൊണ്ട് ബ്രിക്സിനെ ശക്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ജപ്പാനിൽ. ചൈനയെക്കുറിച്ച് വളരെ വിശാലമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പീറ്റർ നെവേറോ, ട്രംപിന്റെ വലങ്കൈ ആയിട്ടുള്ള ഒരു ട്രേഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, വ്യാപാരത്തിനും റഷ്യൻ ഓയിലിനും അതീതമായിട്ട് ട്രംപിന് പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിഷയമുണ്ട്. സ്റ്റേറ്റ്മെന്റുകൾ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാലിഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിൽ. എന്താണ് നമ്മൾ ജപ്പാൻ ചൈന കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ ഒരു വിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പറേഷൻ ഓവർ കോൺഫ്ലിക്റ്റ്, അതായത് കോൺഫ്ലിക്റ്റുകളെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കോപ്പറേഷൻ, പ്രോസ്പെരിറ്റി റൂട്ടഡ് ഇൻ സ്റ്റെബിലിറ്റി, സ്ട്രെങ്തനിങ് മൾട്ടിലേറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൊളാബറേറ്റിംഗ് എക്കണോമിക് റിക്കവറി. അമേരിക്ക ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഇത്രമാത്രം ഭീകരമായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നാണ് റിച്ചാർഡ് വോൾഫ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അമേരിക്കയുമായിട്ട് ബന്ധം ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ സോവിയറ്റ് റഷ്യ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ, USSR ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യക്കും റഷ്യയ്ക്കും നല്ല ബന്ധമുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു ടൈമിൽ മാത്രം ഇതിനെ എംഫസൈസ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നാണ് ചോദിക്കുന്നത് പുള്ളി. അതിലുപരിയായിട്ട് പറയുന്നത് ഇന്ത്യ ഈസ് എ നമ്പർ 1 പോപ്പുലേറ്റഡ് കൺട്രി. അത്രയും വലിയ ഭീമമായ പോപ്പുലേഷനുള്ള ഒരു രാജ്യത്തിനെ ഇങ്ങനെ താരിഫ് ഇട്ടുകൊണ്ട് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയില്ല. അതാണ് ട്രംപ് സ്വന്തം കാലിൽ തന്നെ വെടിവെക്കുന്നത് എന്നുള്ള ഒരു എക്സാമ്പിളോട് കൂടി റിച്ചാർഡ് വോൾഫ് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അമേരിക്കയുടെ ഈ ഒരു നടപടിയെ അൺജസ്റ്റിഫൈഡ്, അതേപോലെ ഇൻഅപ്രോപ്രിയേറ്റ് എന്നുള്ള നിലയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ വിൽ പ്രൊട്ടക്ട് ഇറ്റ്സ് എക്കണോമിക് ഇൻട്രസ്റ്റ്. അതായത് നമ്മളുടെ വ്യാപാര താല്പര്യത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. കാരണം ഇന്ത്യ അത്രമാത്രം പോപ്പുലേറ്റഡ് ആണ്. അതായത് ഇന്ത്യയെക്കാളും 3 മടങ്ങ് ചെറിയ പോപ്പുലേഷൻ വെച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് അവരുടെ രാജ്യ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള നിലയിൽ അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എങ്ങനെ ചിന്തിക്കണം?
അത് മുൻകൂട്ടി ചിന്തിക്കണ്ടേ എന്നാണ് പുള്ളി ചോദിച്ചു വെക്കുന്നത്. വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പിന്നെ ഈ ഒരു ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ റുപ്പിയുടെ വീഴ്ച അതിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടേണ്ടതില്ല. ഇതുണ്ടാവും, തീർച്ചയായിട്ടും ഇത് ഉണ്ടാവാതിരിക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മാസീവായിട്ടുള്ള ഒരു ഡോളർ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സാധനം കയറ്റുമതി ചെയ്യുന്നു, അവിടെ നിന്ന് സർപ്ലസ് മേടിക്കുന്നു. ആ സർപ്ലസിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജ് നടക്കും. അതാണ് ഈ റുപ്പിയിലുണ്ടായ ഒരു ചെറിയ ഇടിവ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലതിനാണ്. കാരണം നമ്മൾ ഇത് നല്ലതിനാണ്. സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സമയമാണ്. എപ്പോഴാണോ ഇങ്ങനെ പ്രൈസ് കുറയുന്നത് ആ സമയത്ത് നമുക്ക് സ്റ്റോക്കുകൾ ധാരാളം മേടിക്കാം. ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അല്ലാതെ നമുക്ക് വെളിയിലിരുന്ന് കോമൺ ആയിട്ട് ഇതിനെ നോക്കി കാണുന്ന ആൾക്കാർക്ക് ആ രീതിയിലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ടി വിയിലൊക്കെ വാർത്തകൾ അങ്ങനെയാണ് പറയുന്നത്, ഇന്ത്യൻ റുപ്പി താഴോട്ട് വന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പം ചില ആൾക്കാർക്ക് ചില പാനിക് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഓവറോൾ റുപ്പിയുടെ വാല്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഇതിനെ കീനായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും അതിനുള്ള മെഷേഴ്സ് എടുത്തിരിക്കും. പിന്നെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ വില കുത്തനെ കൂടും. വരുന്ന 10 മുതൽ 15 വർഷത്തിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലും അപ്പുറം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് സ്വർണത്തിൻ്റെ വില കുതിച്ചുയരും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് കുറച്ച് സ്വർണ്ണം ഉള്ളവരൊക്കെ അന്ന് വലിയ കാശുകാരായിട്ട് മാറും. ഡോളറിൻ്റെ മൂല്യം കുത്തനെ താഴും. അന്ന് ഇന്ത്യക്ക് ഒരു പൊസിഷൻ ഉണ്ടാവും. ആ പൊസിഷൻ ഡോളറിൻ്റെ രീതിയിലും ആയിരിക്കില്ല, സ്വർണത്തിൻ്റെ അത്ര ഉയരത്തിലായിരിക്കില്ല. പക്ഷെ നമ്മൾ ഒരു മാന്യമായ നിലയിൽ മുന്നോട്ട് പോകും. ഒരു ഡെവലപ്ഡ് നേഷൻ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതേ അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവും. അതിന് ഈ ചെറിയ ഒരു ഡോളറിനെതിരെ 88 ഒരു വീഴ്ചയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.